ചെറിയൊരു എരിവും തേങ്ങാപ്പാലിൻ്റെ രസവുമൊക്കെയുള്ള നല്ലൊരു മീൻകറി കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ മീൻകറി ധൈര്യമായിട്ട് വെച്ചു, ഞാൻ ഗ്യാരണ്ടി. നമസ്കാരം പ്രിയപ്പെട്ടവർക്കെല്ലാം J2H ട്രെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ദിവസവും മീൻ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ ഇന്നിവിടെ ഈ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് സാൽമൺ ഫിഷ് വെച്ചിട്ടാണ്. ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയൊരു മീനാണ് ഈ സാൽമൺ. ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്താനും അതുവഴി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് മെനക്കേടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ചെറിയുള്ളിയോ സവാളയോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒരു 3-4 പച്ചമുളക് എടുക്കാം, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞ് സവോള, തക്കാളി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാനോ ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള ഇതെല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുള്ളി ചേർക്കണം, അപ്പോഴാണ് കറിക്ക് അതിൻ്റേതായൊരു സ്വാദ് കറക്റ്റായിട്ട് അങ്ങോട്ട് വരിക. പിന്നെ ഈ കുഞ്ഞുള്ളി എന്നൊക്കെ പറഞ്ഞാൽ പൊളിച്ചെടുക്കാനൊക്കെ കുറച്ച് മെനക്കേടല്ലേ, അതുകൊണ്ട് സവാള എടുത്തതേ ഉള്ളൂ, ഒരു കുഞ്ഞു സവാള. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സാൽമൺ മേടിക്കുമ്പോൾ അധികം അങ്ങനെ കറിയൊന്നും ആക്കാറില്ലായിരുന്നു, ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇന്നെന്തോ കറി വെച്ച് കഴിക്കണം എന്നൊരാഗ്രഹം. നല്ല കൊത്തരി ചോറും മീൻകറിയും അല്ലെങ്കിൽ കുറച്ച് ചക്കപ്പുഴുക്കോ കപ്പപ്പുഴുക്കോ മീൻകറിയോ ഒക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തായാലും തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഈ പൊടിയെന്ന് പറയുന്നത് കാശ്മീരി ചില്ലിയാണ്, എരിവ് ഒട്ടുമില്ല, നല്ല കളറുണ്ട്. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കറിക്കൊക്കെ നല്ല കളറല്ലേ. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് എൻഹാൻസ് ചെയ്യുന്നതാണോ എന്നൊക്കെ. ഒന്നും അല്ല കേട്ടോ, ഇത് ഈ മുളക് പൊടിയുടെ കളർ തന്നെയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊടികളെല്ലാം എടുത്തിട്ട് നമ്മൾ കുറച്ച് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് അത് ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റാക്കി എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൊടികൾ നമ്മൾ ഡയറക്റ്റ് കറിയിലേക്ക് ചേർക്കാം, പക്ഷേ അങ്ങനെ ചേർക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിരിക്കുന്നത് ഇതേപോലെ ഒരു പേസ്റ്റാക്കിയിട്ട് ചേർക്കുമ്പോഴാണ്. അപ്പം കറിക്കൊരു തിക്നെസ്സും വരും. ഈ പൊടികൾ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇടുമ്പോൾ ചൂടൊക്കെ കൂടുതലായിട്ടിരിക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാം. നമ്മൾ ഈ വഴറ്റിയ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് മൂപ്പിച്ച് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ. അത് നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് വേറൊരു ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്ന വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ, അതായത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി, തിളയ്ക്കാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ തേങ്ങയുടെ 2-ാം പാൽ ചേർക്കുന്നുണ്ട്. 2-ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഈ കറി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാൽമൺ ഫിഷ് ഏകദേശം ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. ഈ ഫിഷിനെന്ന് പറയുന്നത് ഒരുപാട് വേവ് ആവശ്യമില്ലാത്ത ഒരു മീനാണിത്. അതായത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മളതിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പ് നോക്കുക, ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചേർക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ഫിഷ് ചേർക്കുന്നുണ്ട്. ഈ സാൽമൺ എന്ന് പറയുന്നത് അധികം വേവ് വേണ്ടാത്തൊരു മീനാണ്, അതായത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. അതുകൊണ്ട് തന്നെ അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും മീനിട്ട് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കറിച്ചട്ടിയിൽ മീൻ കറി വയ്ക്കണം എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അതായത് തനി നോർവീജിയക്കാരൻ സാൽമണിനെ പിടിച്ച് തനി കേരളീയനാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറിച്ചട്ടിയിൽ വെക്കുമ്പോൾ ഇതുപോലെ മീനൊക്കെ ഇങ്ങനെ പരത്തി ഇടാൻ പറ്റത്തില്ല. ഒന്നിന് മേലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, കാരണം ഇതിനധികം വേവ് വേണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിയിൽ കാണാനൊക്കെ നല്ല രസമായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പാനിലെടുത്തത്. അപ്പോൾ നമ്മൾ ആ മീൻ കഷ്ണങ്ങളെല്ലാം മുങ്ങുന്ന വിധം
ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു 5-8 മിനിറ്റ് കുക്ക് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 8 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, അതായത് മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കറി ചാറൊന്ന് കുറുകി വരണം, നന്നായിട്ടിത് കുറുകി വരണം. അപ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് ഇതിൻ്റെ ആ മസാലയൊക്കെ ആ മീനിലേക്ക് പിടിച്ചിട്ട് നല്ല രസമായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കറി ഉണ്ടല്ലോ, ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും നല്ല പാലപ്പത്തിൻ്റെ കൂടെയോ നല്ല വെന്തുടഞ്ഞ കപ്പയുടെ കൂടെയോ ചക്ക കൊഴിച്ചതിൻ്റെ കൂടെയോ കഴിക്കാൻ പൊളിയാണ്. ശരിക്കും എനിക്കിത് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ദാ മീനിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് അതെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ, അതായത് നല്ല കുറുകിയ, രണ്ടാം പാലല്ല 1-ാം പാൽ, നല്ല കുറുകിയ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1-ാം പാൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഇളക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് കറിച്ചട്ടി ആണെങ്കിൽ കറിച്ചട്ടി ഒന്ന് ചുറ്റിക്കുക, പാനാണെങ്കിൽ അതിൻ്റെ പിടിയിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്തു. നല്ല ഒരു എന്താ പറയുക, നമ്മളെ കൊതിപ്പിക്കുന്നൊരു സുഗന്ധമൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം 2 അപ്പം കിട്ടിയാൽ ഞാൻ ഈ കറി തീർക്കും. സാരില്ല, നമുക്ക് എന്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ചിങ്ങ മെഴുക്കുവരട്ടി കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു, പിന്നെന്താ പറയുക വറ്റൽമുളകിട്ടു, കറിവേപ്പില ഇട്ടു. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്ത്, ഈ മെഴുക്കുവരട്ടിയിൽ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഉള്ളി ചതച്ചതോ അല്ലെങ്കിൽ സവാള ചതച്ചതോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. പിന്നെ അച്ചിങ്ങ, അത് കൂടുതലും പൊളിച്ചെടുത്തതാണ്, പിന്നെ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് നമുക്കൊരു 5-8 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ എണ്ണ അധികം വേണ്ട, നല്ല റെഡി ആയിട്ട് വരും. അപ്പോൾ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയോ ചതച്ച മുളകോ ചേർക്കുന്നില്ല. എനിക്ക് മെഴുക്കുവരട്ടിയൊക്കെ കുരുമുളക് വെച്ചിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ശരിക്കും ഈ മെഴുക്കുവരട്ടിയൊക്കെ ഈ കുരുമുളക് ചേർത്തുണ്ടാക്കുമ്പോഴേ വേറൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് പൊടിയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പയർ മെഴുക്കുവരട്ടി വയ്ക്കുമ്പോൾ എന്ത് മെഴുക്കുവരട്ടിയാണെങ്കിലും പച്ച കളറിലുള്ള വെജിറ്റബിൾ ആണെങ്കിൽ അതിൻ്റെ ആ പച്ച നിറം പോകാതിരിക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ ഊണ് റെഡി ആയിട്ടുണ്ട്. പാവയ്ക്കയും ക്യാരറ്റും കൂടിയുള്ള തോരനുണ്ട്, സാൽമൺ കറിയുണ്ട്, അച്ചിങ്ങ മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട്. ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എല്ലാവർക്കും വീഡിയോ നമ്മുടെ സാൽമൺ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.